ഇത്തവണ സിറ്റിംഗ് MLA-മാർ വലിയ തോതിൽ മത്സരിക്കുന്നുണ്ട്. അവർക്ക് വലിയ സ്വീകാര്യത, വിന്നബിലിറ്റിയും സ്വീകാര്യതയും CPIM അടക്കം കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഭരണാനുകൂലമായിട്ടുള്ള മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണോ, അതോ ഭരണവിരുദ്ധ വികാരം എന്നത് തുലോം കുറവാണ് എന്നതുകൊണ്ടാണോ ഈ MLA-മാർക്ക് വലിയ സ്വീകാര്യത ഭരണകക്ഷി MLA-മാർക്ക് മണ്ഡലങ്ങളിൽ ലഭിക്കുന്നത്? ഏത് നിലയിൽ കാണുന്നു? യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് MLA-മാർക്കുള്ള സ്വീകാര്യതയാണ്. 2016 മുമ്പ് ഞാൻ 15 വർഷം MLA ആയിരുന്നു. സത്യം പറയട്ടെ, ഒരു 5 കോടി 10 കോടി രൂപ ഏതെങ്കിലും റോഡിന് മണ്ഡലത്തിൽ കിട്ടിയാൽ അത് വലിയ ആഘോഷമാണെന്ന്. അത്ര ചെറിയ തോതിലായിരുന്നു കേരളത്തിലെ ഈ നിക്ഷേപവും വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നത്. ഇതങ്ങ് മാറിയിട്ട് ഏത് മണ്ഡലം എടുത്താലും PW റോഡുകളെല്ലാം തന്നെ BMN BC ആയി മാറിയിരിക്കുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ. അതുകൊണ്ട് ഏതൊരു MLA-ക്കും എടുത്തു പറയാനായിട്ടുള്ള വലിയ വികസന നേട്ടങ്ങളുണ്ട്. UDF-ൻ്റെ MLA-മാർക്കും കേട്ടോ, അത് LDF-ൻ്റെ മാത്രമല്ല. കാരണം ഈ ഇതിൽ വിവേചനമൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പക്ഷേ LDF-ൻ്റെ MLA-മാരുടെ എണ്ണമില്ല എത്രയോ കൂടുതൽ. അതുകൊണ്ട് അവരെല്ലാവരും ക്യാമ്പയിൻ ചെയ്യുന്നത് തങ്ങളുടെ വികസന നേട്ടങ്ങൾ വെച്ചുകൊണ്ട്. അത് വളരെ പ്രകടമാണ് താനും. UDF-നാണെങ്കിൽ ഒരു ചമ്മൽ, അത് നമ്മുടെ സണ്ണി KPCC പ്രസിഡൻറ്റിൻ്റെ വാചകത്തിൽ വന്നല്ലോ, റോഡുകളൊക്കെ വളരെ സുന്ദരമായിരിക്കുന്നതുകൊണ്ട് പോകാനൊക്കെ എത്ര എളുപ്പം. ഇതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് അവർക്കൊരു ചമ്മലും ഉണ്ട് ഇതൊക്കെ പറഞ്ഞു വോട്ട് പിടിക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് LDF സർക്കാരിൻ്റെ മികവിൻ്റെ ഉദാഹരണമായിട്ട് മാറാം. അപ്പോൾ MLA-മാർ മത്സരിക്കുന്നു എന്നുള്ളത് അത് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലില്ല, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലില്ല. ഇതൊരു പുതിയ സംഭവവികാസമാണ്. അതുകൊണ്ട് വളരെ ശരിയായ തീരുമാനമാണ് നിലവിലുള്ള MLA-മാരെ പരമാവധി മത്സരിപ്പിക്കുക എന്ന് പറയുന്നത്.